നിങ്ങൾ പറ, എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുക? ഇത് നോക്കിയേ, എ ഹോസ്പിറ്റൽ ആൻഡ് അവർ, ഈ രണ്ട് വാക്കുകളും തുടങ്ങുന്നത് എച്ച് എന്ന അക്ഷരത്തിലാണല്ലോ. എന്നിട്ടും ഒരിടത്ത് എയും മറ്റൊരിടത്ത് ആനും ഉപയോഗിച്ചു. അതെന്താണ് അങ്ങനെ? ഇതാ വേറൊന്ന്, എ യൂണിവേഴ്സിറ്റി ആൻഡ് അംബ്രല്ല. ഇവിടെയും ഈ രണ്ട് വാക്കുകളും തുടങ്ങുന്നത് യു എന്ന അക്ഷരത്തിലാണ്. എന്നിട്ടും ഒരിടത്ത് എ മറ്റൊരിടത്ത് ആന്. അതെന്താണ് ഇങ്ങനെ? ഇതൊന്നും പോരായിട്ട് ഇതാ വേറൊന്ന്, ആൻ എം എൽ എ. എം എന്ന അക്ഷരങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ആൻ ഉപയോഗിച്ച് തുടങ്ങിയോ? കൺഫ്യൂഷൻ ആയല്ലേ? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എ ആൻ എവിടെയാണ്, എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കിന്ന് വിശദമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് എ ആൻ ഈ രണ്ട് വാക്കുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് ഇവയുടെ അർത്ഥം, ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇവ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എ ആൻ ഈ രണ്ട് വാക്കിനും ഒരു എന്നാണ് അർത്ഥം. പക്ഷെ ഇവ രണ്ടും ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ വ്യത്യാസമുണ്ട്. രണ്ട് സെന്റൻസുകൾ നോക്കൂ. ഐ ഹാവ് എ ബാഗ്, എനിക്ക് ഒരു ബാഗ് ഉണ്ട്. രണ്ടാമത്തെ സെന്റൻസ്, ഐ ഹാവ് ആൻ അംബ്രല്ല, എനിക്ക് ഒരു കുടയുണ്ട്. ആദ്യത്തെ സെന്റൻസിലെ ഒരു ബാഗ് എന്നതിന് എ ബാഗ് എന്നാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെന്റൻസിലെ ഒരു കുട എന്നതിന് ആൻ അംബ്രല്ല എന്നുമാണ് ഉപയോഗിച്ചത്. അതായത് ആദ്യത്തെ സെന്റൻസിലെ ഒരു എന്ന അർത്ഥം കിട്ടാൻ എ എന്ന വാക്കും രണ്ടാമത്തെ സെന്റൻസിലെ ഒരു എന്ന അർത്ഥം കിട്ടാൻ ആൻ എന്ന വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? ആദ്യം ആൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം. അതിനു മുമ്പ് ഇംഗ്ലീഷിലെ വൊവൽസ് ഏതൊക്കെയാണെന്നും അവയുടെ ഉച്ചാരണങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എ, ഇ, ഐ, ഒ, യു ഇവയാണ് ഇംഗ്ലീഷിലെ വൊവൽസ്. വൊവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ. ഈ 5 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലെ വൊവൽസ്. ഇനി ഇവയുടെ ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവയുടെ ഉച്ചാരണങ്ങൾ ഏതൊക്കെയാണ് ഞാൻ താഴെ എഴുതി കാണിക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഒ, ഔ ഇവയാണ് ഈ 5 അക്ഷരങ്ങൾക്കും കൂടി വരാവുന്ന ഉച്ചാരണങ്ങൾ. ഇനി ആൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ ഉച്ചാരണം വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് വോവൽസിന്റെ ഉച്ചാരണങ്ങളായ അ, ആ, ഇ, ഈ, ഉ, എ, ഐ, ഒ, ഔ ഇവയാണല്ലോ വോവൽസിന്റെ ഉച്ചാരണങ്ങളെ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിനുള്ളത് എങ്കിൽ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ആൻ ആപ്പിൾ, ആപ്പിൾ എന്നല്ല ആപ്പിൾ എന്നാണ് അതിന്റെ ശരിക്കുള്ള ഉച്ചാരണം. ആപ്പിൾ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എ, അത് വോവൽസിൽപ്പെട്ട ഒരു അക്ഷരമാണല്ലോ. അതിന്റെ ഉച്ചാരണം ഇവിടെ എ എന്നാണ്. അതും വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ടാണ് ആൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൻ എലിഫന്റ്. എലിഫന്റ് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇ, അത് വോവൽസിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതിന്റെ ഉച്ചാരണം ഇവിടെ എ എന്നാണ്. അതും വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആൻ എലിഫന്റ് എന്ന് പറയുന്നത്. എ എലിഫന്റ് എന്നോ എ ആപ്പിൾ എന്നോ പറയരുത്, അത് തെറ്റാണ്. ഇനി അടുത്തത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഐ, അത് വോവൽസിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതിന്റെ ഉച്ചാരണം ഇവിടെ ഇ എന്നാണ്. ഇ എന്ന ഉച്ചാരണവും വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൻ ഓറഞ്ച്. ഓറഞ്ച് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഒ, അതിന്റെ ഉച്ചാരണവും ഒ എന്നാണ്. അതും വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ട് ആൻ ഓറഞ്ച് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ആൻ അംബ്രല്ല. അംബ്രല്ല എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം യു, അത് വോവൽസിൽപ്പെട്ട ഒരു അക്ഷരമാണ്. പക്ഷെ അതിന്റെ ഉച്ചാരണം ഇവിടെ ആ എന്നാണ്. ആ എന്ന ഉച്ചാരണവും വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആൻ അംബ്രല്ല എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വോവൽസിന്റെ ഉച്ചാരണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിനുള്ളത് എങ്കിൽ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി എ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെടാത്ത മറ്റേത് ഉച്ചാരണം വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിലും എ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എ ബാഗ്, ഒരു ബാഗ്. ഈ വാക്കിന്റെ തുടക്കത്തിലെ ഉച്ചാരണം ബേ എന്നാണ്. അത് വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നല്ലല്ലോ. അതുകൊണ്ടാണ് എ ഉപയോഗിച്ചത്. അടുത്തത് എ കാറ്. ഈ വാക്കിന്റെയും തുടക്കത്തിലെ ഉച്ചാരണം വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നല്ല. അതുകൊണ്ടാണ് എ കാറ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. എ ഡോഗ്, എ ഫാന്, എ സ്കൂള്, എ ട്രീ, എ ജാറ്, എ ഹോസ്പിറ്റൽ, എ നൈഫ്, എ ലീഫ്. ഈ വാക്കുകളുടെ ഒന്നും ആദ്യത്തെ ഉച്ചാരണം വോവൽസിന്റെ ഉച്ചാരണത്തിൽപ്പെട്ട ഒന്നല്ല. അതുകൊണ്ടാണ് എ ഉപയോഗിച്ചത്. ഇപ്പോൾ എങ്ങനെയാണ് എ ആൻ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ എക്സ്റേ ഷീറ്റ്, ആൻ MLA, എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ കൺട്രി. ഈ വാക്കുകൾ നോക്കൂ. നമ്മൾ മുകളിൽ പറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായവയാണ് ഇവ. ആൻ
അവർ, ഒരു മണിക്കൂർ. അവർ എന്നാല് മണിക്കൂർ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത്? അവർ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എച്ച് ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തേക്കാൾ പ്രാധാന്യം അതിന്റെ ഉച്ചാരണത്തിനാണ്. അതിന്റെ ഉച്ചാരണം വോവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അവർ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എച്ച് ആണെങ്കിലും അതിന്റെ ഉച്ചാരണം ഇവിടെ ആ എന്നാണ്. ഹ എന്നല്ല, ആ എന്നാണ് ഉച്ചാരണം. ആ എന്ന ഉച്ചാരണം വൊവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ടാണ് ആൻ അവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്ക് ആൻ ഓണസ്റ്റ് മാൻ. ഓണസ്റ്റ്, ഒരു സത്യസന്ധനായ മനുഷ്യൻ. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധനായ, മാൻ മനുഷ്യന്. ഓണസ്റ്റ് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എച്ച് ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുന്നത്? ഇവിടെയും ആദ്യത്തെ അക്ഷരം എച്ച് ആണെങ്കിലും അതിന്റെ ഉച്ചാരണം ഓ എന്നാണ് വരുന്നത്. ഓ എന്ന ഉച്ചാരണം വൊവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൻ എക്സ്റേ ഷീറ്റ്. എക്സ്റേ എന്ന വാക്കിന്റെ ആദ്യത്തെ ഉച്ചാരണം എ എന്നാണ്. അത് വൊവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ടാണ് ആൻ എക്സ്റേ ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൻ എം എൽ എ. എം എൽ എ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എം ആണെങ്കിലും അതിന്റെ ഉച്ചാരണം ഇവിടെ എ എന്നാണ് വരുന്നത്. എ എന്ന ഉച്ചാരണം വൊവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആൻ എം എൽ എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വൊവൽസ് എന്നതിനേക്കാൾ പ്രാധാന്യം അതിന്റെ ഉച്ചാരണം വൊവൽസിന്റേതാണോ എന്നാണ് നോക്കേണ്ടത്. ഇനി അടുത്തൊരു വാക്ക് നോക്കൂ, എ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം യു ആണ്. അത് വൊവൽസിൽപ്പെട്ട ഒരു അക്ഷരമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ അക്ഷരത്തേക്കാൾ പ്രാധാന്യം അതിന്റെ ഉച്ചാരണത്തിനാണ്. ആദ്യത്തെ യു എന്ന അക്ഷരം വൊവൽസിന്റേതാണെങ്കിലും അതിന്റെ ഉച്ചാരണം ഇവിടെ യ എന്നാണ് വരുന്നത്. യ എന്ന ഉച്ചാരണം വൊവൽസിന്റെ ഉച്ചാരണത്തിൽ പെട്ട ഒന്നല്ലല്ലോ. അതുകൊണ്ടാണ് എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എ യൂറോപ്യൻ കൺട്രി, ഒരു യൂറോപ്യൻ രാജ്യം. യൂറോപ്പ് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇ ആണെങ്കിലും അതിന്റെ ഉച്ചാരണം യ എന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് എ യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾക്കും യൂറോപ്പ്, യൂണിവേഴ്സിറ്റി തുടക്കത്തിൽ യു ഇ എന്ന അക്ഷരങ്ങളാണ് വന്നതെങ്കിലും ഇവയുടെ ഉച്ചാരണം വൊവൽസിൻ്റെതല്ല. അതുകൊണ്ടാണ് ഇവയ്ക്ക് രണ്ടിനും മുമ്പിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ എ ഉപയോഗിച്ചത്.